നമസ്കാരം. അതെ, എനിക്ക് വിശ്വാസമാണ്. ഉരുക്കുപോലെ ഉറച്ച ധൈര്യമുള്ള 140 കോടി ജനങ്ങളെ കാത്തുരക്ഷിക്കുന്ന നരേന്ദ്രമോദി എന്ന തലയെടുപ്പുള്ള നേതാവിനെ. മോദിയെപ്പോലെ ഇത്ര ചങ്കുറ്റത്തോടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആർക്ക് സാധിക്കും? ഇപ്പോൾ അതാ മോദിയുടെ ചങ്കുറ്റത്തെ പുകഴ്ത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ മാറ്റിയതിനെ കുറിച്ച് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആ മാറ്റം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലെന്നായിരുന്നു വാർത്ത. ആ കാര്യത്തിൽ അത്തരത്തിലല്ല അതിനെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. മോദി നയിക്കുന്ന ഇന്ത്യയിൽ തനിക്ക് സുരക്ഷയിൽ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല എന്നാണ്. കാരണം ഇന്ത്യയെ ദ്രോഹിക്കാൻ എത്തിയ പാകിസ്ഥാനികളെ കണക്കിന് കൊടുത്ത് അവരുടെ സകല അഹങ്കാരവും ശമിപ്പിച്ച ഉദാഹരണം കൺമുന്നിലുള്ളപ്പോൾ വേറെ എന്തു വേണം? അപ്പോൾ അത്തരത്തിൽ സുരക്ഷാ ആശങ്കകൾ ലെവലേശം തനിക്കില്ല. എന്നാൽ ഇന്ത്യ സന്ദർശനം നീട്ടിവെച്ചത് സുരക്ഷ ആശങ്ക കൊണ്ട് അല്ല എന്നും പ്രധാനമന്ത്രിക്ക് മോദി കീഴിലുള്ള സുരക്ഷയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചിരിക്കുന്നത്. പുതിയ സന്ദർശന തീയതി തീരുമാനിക്കാൻ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയത്. ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്നുള്ള സുരക്ഷാ ആശങ്ക കാരണം നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നത് മാറ്റിവെച്ചു എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളോടായിരുന്നു ഇസ്രായേലിന്റെ ഈ പ്രതികരണം. ഇസ്രായേൽ ഇന്ത്യ ബന്ധവും ഇരു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള ബന്ധവും വളരെ ശക്തമാണ്. പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യയിലെ സുരക്ഷ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പുതിയ സന്ദർശന തീയതി സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദില്ലി സ്ഫോടനത്തെ തുടർന്നുള്ള സുരക്ഷാ ആശങ്ക കാരണം നെതന്യാഹു ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു എന്ന ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ദില്ലി സ്ഫോടനത്തെ തുടർന്ന് നെതന്യാഹു ഇന്ത്യയെ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയും ഇസ്രായേലും ശാശ്വത സത്യങ്ങൾക്ക് നിലകൊള്ളുന്ന പുരാതന നാഗരികകളാണ്. ഭീകരത നമ്മുടെ നഗരങ്ങളെ ആക്രമിച്ചേക്കാം, പക്ഷെ അത് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ ഉലയ്ക്കില്ല. നമ്മുടെ രാഷ്ട്രങ്ങളുടെ വെളിച്ചം ശത്രുക്കളുടെ ഇരുട്ടിനെ മറികടക്കുമെന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. 2018 നെതന്യാഹു അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷം അടുത്ത വർഷം പുതിയ തീയതി തീരുമാനിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഇത് 3ാം തവണയാണ് നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെക്കുന്നത്. ഏപ്രിലും സെപ്റ്റംബറിലുമാണ് നേരത്തെ മാറ്റിയിരുന്നത്. തിരഞ്ഞെടുപ്പ് നടപടികൾ കാരണമായിരുന്നു ഇത്. ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാനിരുന്ന ഒടുവിലത്തെ തീരുമാനമാണ് ഇപ്പോൾ മാറ്റിയത്. 2018 നെതന്യാഹു ഇതിനു മുന്നേ ഇന്ത്യയിലെത്തിയത്. 7 വർഷത്തിന് ശേഷമുള്ള സന്ദർശനം പലതവണയായി മാറ്റിവെച്ചു. ലോകമെമ്പാടും തനിക്ക് സ്വീകാര്യതയുണ്ട് എന്ന് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നെതന്യാഹു നടത്തുന്നത് എന്നാണ് വിദേശകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരോടൊപ്പമുള്ള നെതന്യാഹുവിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രചരിപ്പിച്ചിരുന്നു. ലോക നേതാക്കളുമായുള്ള അടുത്ത സൗഹൃദങ്ങളുണ്ട് എന്നും ഇസ്രായേലിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയുണ്ട് എന്ന് വരുത്തിത്തീർക്കാനുള്ള ശ്രമം കൂടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് 12ലേറെ ഇസ്രായേൽ അധികൃതർക്കെതിരെയും അറസ്റ്റ് വാറന്റ് തുർക്കി പുറപ്പെടുവിച്ചിരുന്നു. വംശഹത്യാ കുറ്റങ്ങൾക്കാണ് അറസ്റ്റ് വാറന്റ്. നെതന്യാഹു അടക്കം 37 പേർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയത്. ഇസ്താംബൂളിലെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് വിശദമാക്കിയത് ഇപ്രകാരമായിരുന്നു. നെതന്യാഹുവിന് പുറമെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാബർ ബെൻ ഗിയോൺ, സൈനിക മേധാവി ഇയാൽ സമീർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗാസയിൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾക്ക് വംശഹത്യ എന്നാണ് വാറന്റിൽ വിശദമാക്കുന്നത്. നാവിക മനുഷ്യ ദൗത്യമായിരുന്നിട്ടും ഫ്ലോട്ടിലേക്കെതിരെ നടപടിയും വാറന്റും കാരണമായതെന്നാണ് തുർക്കി വിശദമാക്കിയതും. വാറന്റ് തള്ളുന്നതായും തുർക്കിയുടെ നടപടി അപലപിക്കുന്നതായും ഇസ്രായേൽ പ്രതികരിച്ചു. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർഗോന്റെ PR സ്റ്റണ്ട് മാത്രമാണ് വാറന്റ് എന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്.